ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോളം പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 3 ചോളമാണ്. തൊലി കളയുമ്പോൾ നിങ്ങൾക്ക് 2 കാണുള്ളൂ, അരിയുമ്പോഴാണ് ഞാൻ 3 എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് തൊലി പൊളിച്ചെടുത്ത് അരിയുന്നുണ്ട്. അതിന് മുന്നായിട്ട് നിങ്ങളൊരു കാര്യം കേൾക്കണം. നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ മനസ്സിൽ വീഡിയോനെ പറ്റിയിട്ട് എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിത് 2 ചോളവും തൊലി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 പൊടിയും ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, മസാല പോലെ ആക്കിയിട്ട്. നല്ല ടേസ്റ്റാണ്. അതിൽ ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ സാധനം ചേർത്തിട്ട് കഴിക്കാൻ മാത്രം മതി, അത് മാത്രം മതി നമുക്ക് ശരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് കഴിച്ച് നോക്കുക, മസ്റ്റ് ട്രൈ ആണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെന്ന് കഴുകിയിട്ട് നമ്മൾ കുക്കറി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുക്കറി ഇട്ടിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളം എടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇതാ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. 3 വിസൽ വേണം കേട്ടോ കുക്കറിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായിരുന്നു പണി, ഇത് വേവാത്തതുകൊണ്ട്. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇത് മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഇടയിലൊന്ന് ഓഫാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേവാത്തതുകൊണ്ട് നമ്മൾ 1 വിസിലും കൂടി അടുപ്പിച്ചു. ടോട്ടൽ 3 വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ. വിസിലടിക്കാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ 3ാമത്തെ വിസിലും എക്സാക്ട്ലി അടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള എയർ തിങ്ങി നിൽക്കുന്നുണ്ടാവുമല്ലോ, അത് കുറച്ചൊന്ന് പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ എയർ പോയിട്ടുണ്ട്, നമ്മളിതാ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിലൊക്കെ വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, ഉപ്പ്, നാരങ്ങ, ഈ 3 സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നാരങ്ങ വെറുതെ തേച്ച് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ആ ഒരു പുളിയും ഒക്കെ വരുമ്പോൾ അടിപൊളിയാണ്. വേറെ ഒന്നും തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാരങ്ങ തേച്ച് നോക്കുക നിങ്ങൾ, അടിപൊളിയാണ് കേട്ടോ. നമ്മളിത് 2 മാത്രമാണ് എരിവ് തേച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെറുതെ അയക്കുകയാണ് ചെയ്തത്. എല്ലാത്തിനും തേച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല എരിവാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 2 തേച്ചുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോളം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.